അടിച്ച് 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 ചെങ്ങന്മാരത്തിങ്ങനെ വരാൽ പിടിക്കാൻ ഒരു കിടുക്കാച്ചി ഫ്രോഗും കൊണ്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ബ്രാവോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ 3-4 ഫ്രോഗുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 100% ഞാൻ റിസൾട്ട് പറയുകയാണ്. അറിഞ്ചം പുറഞ്ചം വരാലടിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള പല ഫ്രോഗുകൾ എറിഞ്ഞിട്ടും മീൻ അടിക്കാത്ത ടൈമിൽ വരെ ഇതിന് അടിക്കുന്ന മീനുകൾ ഒരു വിധമൊക്കെ ഏകദേശം ഒരു 90% നമുക്ക് എന്താവുന്നുണ്ട് കര കാണുന്നുമുണ്ട്. ഇതിൻ്റെ പേരെന്തോനി അതൊക്കെ ബ്രാവോൻ്റെ തന്നെ 10-20 വെറൈറ്റികളുണ്ട്. അവരെ സിങ്ക എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. നല്ല നാടൻ വരാൽ, ചെറിയ വരാൽ മുതൽ നല്ല ഹെവി സാധനത്തിനും വേണമെങ്കിൽ ചേറാനും എറിയാൻ പറ്റിയതാണ്. ഇതിൻ്റെ 7 to 8 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, 6 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതുണ്ടോ റബ്ബർ നോക്കി നമ്മളെ ബാക്കിയുള്ളതിൻ്റെ മാതിരിയൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് വരാലെന്താ വെച്ചാൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. പിടിച്ചൊക്കെ ആണെങ്കിൽ തന്നെ എന്താവും ഇത് കയറി പോകും. അത്രയും സോഫ്റ്റാണ് കേട്ടോ സാധനം. അതുണ്ടോ, ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ്. പിന്നെ നമ്മൾ ഫ്രോഗുകളൊക്കെ എറിയുകയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ഇതെല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും. എന്നാലും ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഈ മീനുകളൊക്കെ ഉണ്ടാവുക പറഞ്ഞൊക്കെയാണെങ്കിൽ ഈ പുല്ലിനോട് നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിട്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. ഈ പുല്ലും ഇതൊക്കെ ഇങ്ങനെ ചാരി എറിയുകയാണെന്നുണ്ടെങ്കിൽ എന്താവുക നമുക്ക് കൂടുതൽ മീനിൻ്റെ ഇതുണ്ടാവും. അത് ഇതാക്കിയിട്ട് എന്താക്കുക, അതിൻ്റെ സ്പിന്നറിൻ്റെ ചെറിയ ആക്ഷൻ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ പതിയെ എന്താക്കുക, ഒന്ന് നമ്മുടെ ടിപ്പ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റിസൾട്ട് ഉണ്ടാവും, കൂടും. അതുപോലെ തന്നെ അതിൽ ചെയ്യുന്ന വേറൊരു ടിപ്സാണ് നമ്മുടെ ഈ വിരലുണ്ടല്ലോ, വിരൽ ജസ്റ്റ് ബ്രൈഡുമ്പോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുമേൽ പിന്നെയും എന്താവും ജർക്കിങ് കൂടും. ജർക്കിങ് കൂടുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്താവും പിന്നെയും വരാലും ഇതൊക്കെ അപ്പുറത്തൊക്കെ തെണ്ടി അടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ വന്നുകൊണ്ട് വെട്ടിക്കോളും എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് മീൻ പിടിച്ചതെന്ന് നമുക്ക് കണ്ടുനോക്കല്ലേ. ഇങ്ങനത്തെ ഈ ചെറിയ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അടിച്ച് അയ്യോ നോക്കി പുല്ല് ഇത് കൂടി ലോക്കായി വല്ലാത്തൊരവസ്ഥയാണ്. അത് മിക്കവാറും എനിക്ക് തോന്നിയത് ചെറിയ സാധനമാണ്. ഇത് കണ്ട നമ്മളെ അടുത്തത് നോക്കിയാൽ കയറി കിടക്കണുണ്ടോ, എങ്ങനെ മിസ്സാവില്ല കേട്ടോ. നേരത്തൊക്കെ ഇങ്ങനെ കയറിയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മോൾ കൂടെയാണ് അടിച്ച് കയറി. നെക്സ്റ്റ് വൺ മിക്കവാറൊരടി നമുക്ക് പ്രതീക്ഷിക്കാം. അടിച്ച് അയ്യോ അത് സൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്
നെക്സ്റ്റ് വൺ ഇത് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ ഹുക്കപ്പ് കൊടുത്തു. ഇതൊക്കെ കറക്റ്റ് അടിക്കണത് പതിയെ എങ്ങനെ എടുത്തിട്ടുള്ളൂ ആള് ഒക്കെ ചെയ്തെടുത്തേക്കാണ്. എൻ്റെ പല്ലോക്കി. അപ്പോൾ ഏതായാലും അടുത്ത് അടിച്ചു മോനെ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മുടെ സിംഗമല അടുത്ത സാധനം കേട്ടോ. ഒരു രക്ഷയില്ല ഈ ഫ്രോഗ് കേട്ടോ. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. അയ്യോ നോക്കി ഹുക്കപ്പ് ആയതാണ്ടോ. അത്രയും ഇതായിട്ട് ഉള്ളിക്ക് കറക്റ്റ് എത്ര കുഞ്ഞൻ സാധനമാണെന്നുണ്ടെങ്കിലും ഇതുമേലെ എന്തായിക്കോളും. പാടത്തു കൂടെ ഇങ്ങനെ പൂട്ടിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കാണുന്ന കാഴ്ച ഉണ്ടാകുന്നത് എത്ര ഉണ്ടാവും നിങ്ങൾ ഏകദേശം ഒന്ന് എണ്ണി തരാൻ പറ്റുമോ? 1 ലക്ഷമോ 10 ലക്ഷമോ ആണെന്ന് അറിയില്ല. നോക്കി ചെറുമീൻ്റെ കൊടുത്തു ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് ഒരു രക്ഷയില്ലേ. തരാം മനസ്സിലായില്ല. 120. ഏയ് അതുക്കും മേലെ ഇറക്കും. ഹായ് ബോലോ. യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം 3 എണ്ണീട്ട് കിട്ടിയത്. നമ്മളെ ഭായിമാർ ഇവിടെ നിൽക്കുന്നത് വേണമെന്ന് പറഞ്ഞാണ്ട് അവസാനം നമ്മളിത് 3 പേരാലും കൂടി ബ്രാവോടെ ഫ്രോഗിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എന്താക്കി നല്ല ഭായിമാർക്ക് കച്ചവടമാക്കി കവർ കുറേ ആൾക്കാരുണ്ട്. 20. 150. बड़ा मछली है. बड़ा मछली बड़ा है. ठीक है टेंशन नहीं. 120 रुपये എന്താണ് ആയിക്കോട്ടെ സന്തോഷം കഴിക്കാനല്ല. अच्छा ठीक है. दूसरा दिन मिलेगा मेरे को तो अब इधर इधर काम करेगा टेंशन नहीं. ओके. ഞാറിടലൊക്കെ മൊത്തത്തിൽ പോയി ഹിന്ദിക്കാരായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു. ഇവിടെ ഒരു പാലുണ്ടീന് ഇവിടെ വീണില്ലെങ്കിൽ കാണാറുന്നില്ലേ. ഫുള്ള് ബൈക്കാണ്. എന്നാലും ഒരു റിസ്ക് എടുത്തിട്ടാണ് നമ്മളെന്താ വന്നേ എന്താ വെച്ചാൽ അടിച്ച് മോനെ ഹെവി സ്ട്രൈക്ക്. ആ പുല്ലില് ലോക്കാണ് കേട്ടോ. ബാബാനെ ബാബ. അയ്യോ സെയിം സാധനം. അടിപൊളി ഒരു നാടൻ ഇത് തന്നെ കേട്ടോ. സിംഗ